പനിവരക് അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ് ശാസ്ത്രീയമായി എങ്ങനെ കൃഷി ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ചെറുധാന്യ വിളകളിൽ ഉയർന്ന പ്രോട്ടീന്റെ അളവ് പനിവരകിനെ സവിശേഷമാക്കും. കൂടാതെ ഫോസ്ഫറസ്, മാംഗനീസ്, മഗ്നീഷ്യം, ജീവകം B3, കാർബോഹൈഡ്രേറ്റ്സ് എന്നിവയുടെയും കലവറ കൂടിയാണ് പനിവരക്. ചൂടുള്ള പ്രദേശങ്ങളിലാണ് ഇത് വ്യാപകമായും വളരുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കുറവുള്ള പ്രദേശങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാവുന്ന യോജിച്ച വിളയാണ് പനിവരക്. നല്ല രീതിയിൽ തന്നെ വരൾച്ചയെ പ്രതിരോധിക്കാനും ഒരു പരിധി വരെ വെള്ളക്കെട്ട് നേരിടാനും ഇതിന് കഴിയും. വിവിധ ഘടനയിൽ നല്ല നീർവാഴ്ചയുള്ള ജൈവ വസ്തുക്കൾ അടങ്ങിയ മണ്ണാണ് പനിവരക് കൃഷിക്ക് അനുയോജ്യം. 1 ഹെക്ടറിലേക്ക് 8 മുതൽ 10 കിലോഗ്രാം വരെ വിത്ത് ആവശ്യമായി വരും. കൃഷിസ്ഥലം നന്നായി കിളച്ചിളക്കി കളകൾ നീക്കി കട്ടകൾ ഉടച്ച് നിരപ്പാക്കി നിലമൊരുക്കുന്നു. 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വരിയിലോ അല്ലാതെയോ വിതയ്ക്കാം. പനിവരക് ഒരു ഹ്രസ്വകാല വിളയായതിനാൽ മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ അളവിൽ പോഷകങ്ങൾ മതിയാവും. നല്ല വിളവ് ലഭിക്കുന്നതിനായി 1 സെന്റിന് 435 ഗ്രാം യൂറിയ, 600 ഗ്രാം രാജ്ഫോസ്, 133 ഗ്രാം MOP എന്നിങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിരിപ്പ് കാലത്ത് മഴയെ ആശ്രയിച്ചും വേനൽക്കാലത്ത് ചെറിയ രീതിയിൽ ജലസേചനം കൊടുത്തും പനിവരക് കൃഷി ചെയ്യാവുന്നതാണ്. മണ്ണിലെ ഈർപ്പവും പോഷകങ്ങളുടെ നഷ്ടം കുറയ്ക്കുന്നതിനും 35 ദിവസം വരെ കളകളില്ലാതെ നിലം നിർത്തണം. ഇതിനായി 15 മുതൽ 20 ദിവസത്തെ ഇടവേളയിൽ 2 വട്ടമായി കളകൾ നീക്കം ചെയ്യും. പനിവരകിലെ മിക്ക ഇനങ്ങളും വിതച്ച് 65 മുതൽ 75 ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പിന് പാകമാകും. കതിരിന്റെ മുകൾ അറ്റത്തുള്ള മണികൾ ആദ്യം ഭാഗമായി പൊഴിയുകയും തുടർന്ന് മൊത്തമായി പാകമാകുന്നു. ആയതിനാൽ കതിരിന്റെ 1/2 ഭാഗവും മൂത്ത ഭാഗമാകുമ്പോൾ വിളവെടുക്കാം. മെച്ചപ്പെട്ട രീതിയിലുള്ള പരിപാലനമുണ്ടെങ്കിൽ 1 സെന്റിൽ നിന്നും ഏകദേശം 8 മുതൽ 9 കിലോഗ്രാം വരെ ധാന്യവും 20 മുതൽ 24 കിലോഗ്രാം വരെ വൈക്കോലും വിളവെടുക്കാം. പനിവരക് ഉപയോഗിച്ച് സാധാരണയായി കഞ്ഞി, ഉപ്മാവ്, സാലഡ്, പാൻകേക്ക്, പിലാവ്, ദോശ എന്നിങ്ങനെയുള്ള വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നു.